നിവി, അതെ. അത് പിന്നെ ഇത് നിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ? ഐ മീൻ നീനും ഹരിയും തമ്മിലൊന്നും. ആൾ വളരെ ബുദ്ധിമുട്ടാണ് അത് ചോദിച്ചത്. അതെനിക്ക് ആ മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയും. ഞാനും വല്ലാതായിരുന്നു. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, അത് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടേണ്ട ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നീയും ഹരിയും തമ്മിൽ? മൂപ്പര് അന്തം വിട്ട് നോക്കുകയാണ്. മുഖത്ത് പോലും നോക്കാത്ത ആളുമായി എന്ത് നടക്കാനാണ്? അത് കേട്ടപ്പോൾ ഒരു ചിരിയൊക്കെ വന്നു. ഇതിന് മുഖത്ത് നോക്കണം എന്നൊന്നുമില്ല ഭാര്യ. അപ്പോൾ ഇത് മനസ്സിലുണ്ടായിട്ടും വൃത്തിയേട്ടൻ എന്നെ വിവാഹം കഴിച്ചത് എന്തിനാ? ഞാൻ ചോദിച്ചു. അതിന് അത് വിവാഹം തമ്മിലെന്താ ബന്ധം? ഏ സ്വന്തം ഭാര്യയുടെ ഹിസ്റ്ററിയും വിവാഹവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലേ? നിവി, ഹരിയുമായി നിനക്ക് റിലേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം അവൻ നിന്റെ പാസ്റ്റാണ്. ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ്. നിന്റെ നിഷ്കളങ്ക സ്വഭാവവും എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന മനസ്സുമാണ്. പിന്നെ അങ്ങനെ ഒരു ചിന്ത തോന്നിയപ്പോൾ ഞാനത് ചോദിച്ചു എന്ന് മാത്രം. ഷോ, ഇത്ര നല്ല കുട്ടിയായിരുന്നു ഞാൻ. ഏട്ടൻ്റെ വാക്ക് കേട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിയിട്ട് 2 നിമിഷം മൗനം ആചരിച്ചു. എന്താ മിണ്ടാത്തത്? നിനക്ക് വിഷമമായോ? മൂപ്പരുടെ മുഖത്തൊരു വെപ്രാളം. അതല്ല. പിന്നെ അതെ, ഈ പ്രത്യേട്ട എന്ന് വിളിക്കാൻ ഒരു ഇതില്ല. ഏത്? അതിപ്പോൾ ഒരു ഗുമ്മില്ല. ഞാൻ പറഞ്ഞു. ഗുമ്മ? ആൾ 1 നിമിഷം എന്നും ആലോചിച്ചു. എന്നാൽ പിന്നെ രാജുവേട്ട എന്ന് വിളിച്ചോ? അതൊരു നല്ല ഐഡിയയായി എനിക്ക് തോന്നി. ഞാൻ ആലോചിക്കുകയായിരുന്നു. കോയിൽ നിന്നും രാജപ്പനിലേക്കും അവിടെ നിന്ന് വൃത്തിയിലേക്കും ഒടുവിൽ രാജുവേട്ടനിലേക്കും ഉള്ള മാറ്റം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളാണ് ഇപ്പോൾ എൻ്റെ പ്രാണൻ ആയിരിക്കുന്നത്. എന്തൊരു അത്ഭുതമാണല്ലേ ജീവിതം. എന്താ വീണ്ടും ഒരാലോചന? ഒന്നുമില്ല. നമുക്ക് ചായ കുടിക്കണ്ടേ? ഞങ്ങൾ എഴുന്നേറ്റു. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അത്താഴം ഒരുക്കാൻ ഉറങ്ങി. ഫ്രിഡ്ജിൽ ചിക്കൻ ഉണ്ടായിരുന്നു. അത് കറി വെക്കാൻ തുടങ്ങുമ്പോഴേക്കും രാജുവേട്ടൻ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി. പണികളെല്ലാം വേഗം കഴിഞ്ഞു. വീടും മുറ്റവും ഒന്ന് ക്ലീൻ ചെയ്തു. ഫ്രഷായി ഉമ്മറത്ത് വിളക്ക് വെച്ചു. പിന്നെ ടി വിയിൽ തട്ടിമുട്ടിയും റീൽ ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു. അത് കണ്ടു. ശ്രീരാഗമ തേടുന്നു നീ വീണതൻ പൊന്തന്ത്രയിൽ സ്നേഹാർദ്ദമാം എന്തോ പാദം തെളുന്നു ഈ നമ്മളിൽ. ഫോൺ റിങ് ചെയ്തതാണ്. രാജുവേട്ടൻ എന്നെ ഒന്ന് നോക്കി. ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ ഫോൺ എടുത്തു. വീട്ടിൽ എല്ലാവരോടും രണ്ടുപേരും നിറയെ സംസാരിച്ചു. ഞാൻ നോക്കിക്കാണുകയായിരുന്നു ഹരിയേട്ടനും രാജുവേട്ടനും തമ്മിലുള്ള വ്യത്യാസം. ഹരിയേട്ടൻ ഒരിക്കൽ പോലും എൻ്റെ വീട്ടുകാരോട് ഇങ്ങനെ സ്നേഹമായി സംസാരിച്ചിട്ടില്ല. സംസാരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കാറ്. എന്നാൽ ദേഷ്യമുണ്ടോ? അതുമില്ല. അടുപ്പം ഇല്ലെന്ന് മാത്രം. സത്യത്തിൽ നാവ് മാത്രമല്ല, ചുണ്ടുകളും കണ്ണുകളുമൊക്കെ സംസാരിക്കും. അതാണ് മുഖമനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് പറയുന്നത്. നീ റിംഗ് ടോൺ അപ്പം മാറ്റി? ഫോൺ വെച്ച് കഴിഞ്ഞ് ചോദിച്ചു. അത് വൈകുന്നേരം. എന്നാൽ പിന്നെ തേടിയാലോ? എന്ത്? ശ്രീരാഗം. ആ മുഖത്തിൽ പോയി വഷളൻ ശരിയാണ്. കണ്ണാ, ഇങ്ങർക്ക് വിചാരം മാത്രമേ ഉള്ളൂ. AC-യുടെ തണുപ്പിലും ഞാൻ ഇരുന്ന് വിയർക്കാൻ തുടങ്ങി. മൂപ്പര് എൻ്റെ ടെൻഷനും വിപ്രാവും കണ്ട് രസിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛനും അമ്മയും വന്നു. പിന്നെ എല്ലാവരും കൂടി സംസാരിച്ചിരുന്നു. മോള് പണിയെല്ലാം തീർത്തു വച്ചല്ലോ. സാധാരണ എവിടെയെങ്കിലും പോയി വന്നാൽ പിന്നെ എനിക്ക് നിന്ന് തിരിയാൻ നേരം കിട്ടില്ല. അതുപോലെ ജോലി കാണും ഇവിടെ ചെയ്യാൻ, അമ്മ പറഞ്ഞു. ആ, പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നാ? രാജുവേട്ടനാണ് നോക്കിയപ്പോൾ ആൾ മച്ചിലെ തടിയുടെ അളവെടുക്കുന്നു. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഞാനും ആ ചിരിയിൽ പങ്കുചേർന്നു. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെയോ പുതിയ വീട്ടിലേക്ക് വന്നതിൻ്റെയോ സങ്കോചം എനിക്കില്ല എന്നതാണ് സത്യം. എത്ര വേഗമാണ് ഈ വീടിൻ്റെ സ്വന്തമായത്. മുമ്പ് ഹരിയേട്ടനെ വിവാഹം ചെയ്യുമ്പോഴും ഇതുപോലായിരുന്നു. അങ്ങനെ ആകില്ല ഇതെന്നൊരു തോന്നൽ. വിശ്വാസം, അതല്ലേ എല്ലാം. എന്താണ് ഭാര്യ, ഒരാലോചന? ഞാനിങ്ങനെ വെറുതെ ആളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഞാൻ പറയട്ടെ? ഹരിയുമായുള്ള വിവാഹം മറ്റുമല്ലേ ആലോചിച്ചത്? ഞാൻ കണ്ടും വീഴ്ച നോക്കി. ആലോചിക്കരുത് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇനിയൊരിക്കലും അതൊന്നും ആലോചിച്ച് വേദനിക്കരുത്. ഞാനുണ്ടാകും എന്നും കൂടെ. ആ കണ്ണുകളിലെ ചിരി എന്നിലേക്കും പടർന്നു. പിറ്റേന്ന് മുതൽ വിരുന്ന് മഹാമഹമായിരുന്നു. അച്ഛനും അമ്മയും ജോലിക്കും പാറു കോളേജിലേക്കും പോയി കഴിഞ്ഞാൽ ഞങ്ങളും ബന്ധുവീടുകളിലേക്ക് പോകും. 2 ദിവസം അങ്ങനെ പോയി. ആദ്യത്തേത് ഏട്ടൻ്റെ വല്യച്ഛൻ്റെ വീടായിരുന്നു. 2 ആൺമക്കളുണ്ട്. രണ്ടാളും കുടുംബമായി വെളിയിലാണ്. പ്രത്യേക്ക് ഞങ്ങളൊക്കെ എന്തെന്നല്ല ആലോചനകൾ കൊണ്ടുവന്നതാണെന്നറിയും. അപ്പോൾ അവന് അഷ്ടക്ക് ഗതിയില്ലാത്തിടത്തെ 2ാം കെട്ടുകാരിയെ മാത്രം മതിയെന്ന്. ആ, അവൻ്റെ വിധി, വല്യമ്മ പറഞ്ഞു. എങ്ങനെയാണ് ആളുകൾക്ക് ഇങ്ങനെ മുഖത്ത് നോക്കി മറ്റൊരാളെ മുറിപ്പെടുത്താൻ കഴിയുന്നത്? ഞാനൊരു പുഞ്ചിരിയിൽ മറുപടി ഒതുക്കി. മറ്റു വീടുകളിലും സമാനമായ അനുഭവം ഉണ്ടായി. ഒന്നും ഞാൻ രാജുവേട്ടനോട് പറയാൻ നിന്നില്ല. ഈ പറഞ്ഞവരൊക്കെ ഞാനാണ് അവന് ചേരുന്ന പെണ്ണെന്ന് മാറ്റി പറയും. അതിനാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. ഇന്നാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഹരിയേട്ടനെ പോലെ ഒരു കട മൊത്തത്തിൽ കൊണ്ടുവന്ന് കമ്മിത്തില്ലെങ്കിലും എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിരുന്നു.
കുറേയേറെ പലഹാരങ്ങളും. അപ്പുവിൻ്റെ ഫേവറേറ്റ് മധുരക്കൊൽ 2-3 പാക്കറ്റ് വാങ്ങി. ഇതെങ്ങനെ അറിയാം? ഞാൻ അന്തം വിട്ട് ചോദിച്ചു. ആളെന്നെ ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. വീട്ടിൽ വലിയ സ്വീകരണം തന്നെയായിരുന്നു. അഭിജാത ഇപ്പോഴും AUA ഇൻസ്പെക്ഷന് വന്ന അഭാവത്തിൽ ഭവ്യതയോടെ നിൽക്കുകയാണ്. അപ്പുവിനുള്ള മധുരക്കുൾ കൊടുത്തതോടെ അളിയൻ അവൻ ചങ്കായി. അവൻ്റെ തീറ്റി കഴിഞ്ഞുള്ള ചിരിപ്പ് കണ്ടാൽ അവർക്കും തളികയിലെ ബസന്തിയെ പോലെയുണ്ട്. ചിന്നുവിനോടും അമ്മയോടും എന്തൊക്കെയോ വേണ്ടുന്നത് കണ്ട് ഓരോരുത്തരോടും അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അവർക്കും നല്ല ആവേശം ഉണ്ടെന്ന് തോന്നി. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഒരു ബനിയനും കള്ളിമുണ്ടും എടുത്ത് ആൾ അച്ഛൻ്റെ കൂടെ പിടിയിൽ തൊടിയിലേക്ക് ഇറങ്ങി. അപ്പവും മധുരക്കോലും തിന്നുകൊണ്ട് കൂടെ പോയി. പശുക്കളെയും കുഞ്ഞുങ്ങളെയും ആടിനെയും ഒക്കെ കൊഞ്ചിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഇടക്ക് അപ്പുവിൻ്റെ കയ്യിൽ നിന്നൊരു മധുരക്കോൽ വാങ്ങി ആടിന് കൊടുത്തു. പിന്നെ ആട് അതാ പാക്കറ്റോടെ പിടിച്ചു വാങ്ങുമെന്നായപ്പോൾ അപ്പു ജീവനും കൊണ്ടോടി. അമ്മാവനും മരുമോനും പറമ്പിലൂടെ നടന്നു. ഹരിയെപ്പോലെയല്ല, അവൻ നല്ല സ്നേഹമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു, അമ്മ പറഞ്ഞു. പണ്ട് ഹരിയേട്ടൻ വന്നപ്പോഴും ഇത് തന്നെയാ അമ്മ പറഞ്ഞത്. ആളൊന്ന് ചൂളി. അതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു എന്നൊരു ഭാവം ആ മുഖത്ത്. നിങ്ങളൊക്കെ എന്തിനാ ഹരിയേട്ടനുമായി രാജേട്ടനെ കമ്പയർ ചെയ്യുന്നത്? അവർ രണ്ടാളും രണ്ട് വ്യക്തികളല്ലേ? അതിൻ്റെ വ്യത്യാസങ്ങൾ കാണില്ലേ? ചേട്ടൻ ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ടോ, കെയർ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരെ? നമ്മൾ ചിന്നുവാണ്. ഇവൾക്ക് ഇത്രയൊക്കെ കാര്യവിവരം വന്നോ? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഹരിയേട്ടൻ ഒരു രാത്രി പോലും എൻ്റെ വീട്ടിൽ ഇറങ്ങിയിട്ടില്ല. അന്നും അതിനടുത്ത ദിവസവും ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് നിന്നത്. 3-ാം നാളാണ് മടങ്ങിയത്. മരുമകൻ മകനായത് എത്ര വേഗമാണ്. അപ്പോൾ നിന്റെ സൈറ്റൊക്കെ ദേ അളിയൻ കൊണ്ടുപോകും എന്നാ തോന്നുന്നത് കേട്ടോ. സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. കൊണ്ടുപോയാലും ഞാനങ്ങ് സഹിക്കും. ചക്കൻ ഒരു ലോടപ്പുച്ച എന്നെ. ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാലും നടക്കുന്നില്ലല്ലോ. സത്യത്തിൽ ഏട്ടൻ എൻ്റെ കുടുംബമായുള്ള അടുപ്പം എൻ്റെ മനസ്സ് നിറക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്നതിലും എനിക്ക് സന്തോഷം എൻ്റെ വീട്ടുകാരോടുള്ള അടുപ്പം കാണുമ്പോഴാണ്. ഹരിയേട്ടൻ വീട്ടിൽ ഒന്നു പോയി. മുൻഭാര്യയുടെ പുതിയ ഭർത്താവിന് ഇത്ര സന്തോഷത്തോടെ ചോറ് വിളമ്പുന്ന ലോകത്തിലെ ആദ്യത്തെ എക്സ് ആയിരിക്കും ഹരിയേട്ടൻ. എനിക്ക് ജീവിതം കിട്ടിയതിൽ അച്ഛനും അമ്മയും സന്തോഷത്തിലായിരുന്നു. എഡ്ഡി 2ാമത് ഗർഭിണിയാണ്. ഉണ്ണിക്കുട്ടിന് 2 വയസ്സ് പോലും ആയിട്ടില്ല. ഇവർക്കിത് തന്നെ പണി. എത്ര മാസമായി? ഞാൻ ചോദിച്ചു. 3. ലജ്ജയിൽ പൊതിഞ്ഞാണ് എഡ്ഡിയുടെ മറുപടി. അതിലും മുട്ടൻ എക്സ്പ്രഷനാണ് ഹരിയേട്ടൻ. ഫസ്റ്റ് നൈറ്റിൽ നിൽക്കുന്ന യുവമിഥുനങ്ങളെ പോലെയുണ്ട് രണ്ടിൻ്റെയും നിൽപ്പ്. ഇവരുടെ മനസ്സിൽ എന്നും അവർ കാമുകന്മാരാണ്. ആ പുതുമ ഇപ്പോഴും അവർക്കുണ്ട്. ഇപ്പം കുറേയൊക്കെ അവർ മാറിയിട്ടുണ്ട് മോളെ. ഞങ്ങളോട് സംസാരിക്കാനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ട്, ശ്രീദേവിയമ്മ പറഞ്ഞു. സ്വന്തം മകനും മരുമകളും തങ്ങളോട് സംസാരിക്കുന്നുണ്ട് എന്നത് അഭിമാനത്തോടെ പറയുന്ന ആ അമ്മയെ ഞാൻ നോക്കി നിന്നു. നിനക്ക് സുഖമല്ലേ അവിടെ? അവിടുത്തെ അമ്മയും എൻ്റെ ശ്രീദേവിയമ്മയെ പോലെ പാവമാ. അമ്പടി, പുതിയ അമ്മയെ കിട്ടിയപ്പോൾ ഇനി എന്നെ വേണ്ടായിരിക്കുമല്ലേ? ആൾ കപട ഗൗരവത്തോടെ പറഞ്ഞു. ആരെ കിട്ടിയാലും എൻ്റെ സുന്ദരിയമ്മയെ മറക്കുവോ? ഞാനൊക്കെ അവളിൽ ചുംബിച്ചു. അതുകൊണ്ടുവന്ന എഡ്ഡയും അതുപോലെ ചെയ്തു. അവളുടെ പ്രോപ്പർട്ടിയാണെന്ന മട്ടിൽ ആ മുഖത്തൊരു കുശുമ്പ് ഞാൻ കണ്ടു. അമേരിക്കക്കാരി ആയാലും മലയാളി അയാൾ പെണ്ണ് തന്നെ. ഞാൻ മുകളിലെ മുറിയിൽ ബാൽക്കണിയിലേക്ക് പോയി. എത്ര ഓർമ്മകൾ ഉറങ്ങിടുന്നിടം ആണ്. അറിയാതെ തന്നെ ഒരു നീർത്തുള്ളി എൻ്റെ കൺകുണിൽ വന്നു നിന്നു. ചൂടുള്ള നിശ്വാസം കഴുത്തിൽ അമർന്നത് ഞാൻ അറിഞ്ഞു. പരസ്പരം ഒന്നും സംസാരിച്ചില്ല. ഞങ്ങൾ അങ്ങനെ വെറുതെ നിന്നു. ആ സാന്നിധ്യം മാത്രം മതിയായിരുന്നു എൻ്റെ ഉള്ളിലെ ചൂടില്ലാതാക്കാൻ. ഒരു പുരുഷൻ നൽകിയ മുറിവുകൾക്ക് മരുന്നാകാൻ മറ്റൊരു പുരുഷന് കഴിഞ്ഞു. ഇപ്പോൾ അയാളാണ് എൻ്റെ പ്രാണൻ, എൻ്റെ പ്രണയം. ഒരാഴ്ച കൂടി ഏട്ടൻ്റെ വീട്ടിൽ നിന്നിട്ട് ഞങ്ങൾ ഇടപ്പള്ളിയിലെ ഏട്ടൻ്റെ ഫ്ലാറ്റിലേക്ക് മാറി. ജോലിക്ക് പോകാനും മറ്റും അതാണ് സൗകര്യം. പിറ്റേന്ന് മുതൽ ജോലിക്കും പോയി തുടങ്ങി. വീട്ടിൽ നിന്ന് ഒരാഴ്ചയും അച്ഛനും അമ്മയും പോയി കഴിഞ്ഞാൽ ഞാനും ഏട്ടനും മാത്രമായിരിക്കും. ഞങ്ങൾ പരസ്പരം അറിയുകയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആ മനുഷ്യനെ അറിയുകയായിരുന്നു. ആ സ്നേഹം ആവോളം ആസ്വദിക്കുകയായിരുന്നു.